നമസ്കാരം. 10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള 20 ഡേയ്സ് MCQ ചലഞ്ചിൻ്റെ 6ാമത്തെ ദിവസമാണിന്ന്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഗാന്ധിയൻ ഇറയും പിന്നെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കാര്യങ്ങളുമൊക്കെയാണ് നോക്കാൻ പോകുന്നത്. അപ്പം നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ സത്യാഗ്രഹം ആരംഭിച്ച സ്ഥലം ഏതാണ്? എവിടെയായിരുന്നു? ചമ്പാരൻ അല്ലെ, ചമ്പാരനാണ് 1917 ബീഹാറിലെ ചമ്പാരനിലാണ് ഗാന്ധിജി ഇന്ത്യയിലെ തൻ്റെ ആദ്യത്തെ സത്യാഗ്രഹം വിജയപൂർവ്വം നടത്തിയത്. ഇതിൽ ഖേദ, അഹമ്മദാബാദ്, ബർദോളി. ഖേദ സത്യാഗ്രഹം രണ്ടാമത്തെ കർഷക സമരമായിരുന്നല്ലേ ഖേദ, അത് 1918 ദെൻ അഹമ്മദാബാദ് മിൽ സമരം അല്ലെ, മിൽ സമരമായിരുന്നല്ലോ, അത് ആദ്യം നിരാഹാരമായിരുന്നു, അതും 1918. ബർദോളി സത്യാഗ്രഹം 1928 സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ നടന്നതാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഡേ 5 പഠിച്ച കാര്യങ്ങളും ഡേ 6 ഇപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന MCQ ഒക്കെ നമ്മുടെ SCERT ടെക്സ്റ്റിൽ നിന്നുള്ളതാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി SCERT ചാപ്റ്റേഴ്സ് 5 to 10 ഇന്ത്യൻ ഹിസ്റ്ററിയായി റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്ലേലിസ്റ്റ് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. അതിൻ്റെ തന്നെ MCQവും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓരോ ചാപ്റ്റർ വൈസ് MCQവും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫുള്ളൊരു MCQ എല്ലാ ചാപ്റ്ററും ഉൾപ്പെടുത്തിയിട്ടുള്ള MCQവും ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക, അത്രത്തോളം യൂസ്ഫുള്ളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ചമ്പാരൻ സത്യാഗ്രഹം നീലം കർഷകരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു. തിൻകതീയ സമ്പ്രദായത്തിന് എതിരെയായിരുന്നു ഈ സമരം. ഗാന്ധിജിയെ ചമ്പാരനിലേക്ക് ക്ഷണിച്ചത് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. നമ്മളോട് ചോദിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവനകളാണ്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1, 2 അല്ലേ, 1, 2 ശരിയാണ്. അതായത് ചമ്പാരനിൽ ഭൂ ഉടമകൾ കർഷകരെ കൊണ്ട് എന്ത് ചെയ്യിപ്പിച്ചു? മൊത്തം ഭൂമിയുടെ 3 ഇത്ര ഭാഗം 2 ഭാഗം എന്താക്കി? നിർബന്ധിതമായി നീലം കൃഷി ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഇതാണ് തിൻകതീയ സമ്പ്രദായം അല്ലേ. പക്ഷെ മൂന്നാമത്തെ പ്രസ്താവന നോക്കി, ചമ്പാരനിലേക്ക് ഗാന്ധിജിയെ ക്ഷണിച്ചത് ആരാണ്? രാജ്കുമാർ ശുക്ല എന്ന പ്രാദേശിക കർഷക നേതാവായിരുന്നു, രാജേന്ദ്ര പ്രസാദ് ആയിരുന്നില്ല. അടുത്ത ചോദ്യം, ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി നിരാഹാര സമരം അനുഷ്ഠിച്ചത് ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ്? നിരാഹാരം കിടന്നത് ഏതാണ്? അഹമ്മദാബാദ് മിൽ സമരം, അതും 1918 കേട്ടോ. 1918 ഗുജറാത്തിലെ അഹമ്മദാബാദിലെ കോട്ടൺ മിൽ തൊഴിലാളികൾ പ്ലേഗ് ബോണസിന് വേണ്ടി നടത്തിയ സമരത്തിലാണ് ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായിട്ട് നിരാഹാര സത്യാഗ്രഹം ആയുധമാക്കിയത്. ചമ്പാരൻ നമ്മൾ ആദ്യമേ പറഞ്ഞല്ലേ, ആദ്യ സത്യാഗ്രഹം. ഖേദ എന്ന് പറയുന്നത് നിസ്സഹരണ സ്വഭാവമുള്ള സമരമായിരുന്നു. അടുത്ത ചോദ്യം, ഖേദ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തതേത്? ശ്രദ്ധിക്കുക, ശരിയല്ലാത്തതാണ് ചോദിക്കുന്നത്. തെറ്റായതേത്? കടുത്ത വരൾച്ചയെ തുടർന്ന് നികുതി ഇളവ് ആവശ്യപ്പെട്ടാണ് കർഷകർ ഈ സമരം നടത്തിയത്. ഈ സമരത്തിലൂടെയാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഗാന്ധിജിയുടെ അനുയായിയായി മാറിയത്. ഖേദ സത്യാഗ്രഹം നടന്നത് 1917 ആയിരുന്നു. ഏതാണ് ശരിയല്ലാത്തത്? തൊട്ടു മുമ്പ് നമ്മൾ കണ്ടല്ലേ, ഓപ്ഷൻ അല്ല, സ്റ്റേറ്റ്മെൻറ്റ് സി ആണ് തെറ്റ്. അത് 17 1918 ഖേദ സത്യാഗ്രഹം നടന്നത്. അടുത്തത്, ഗാന്ധിജി കറുത്ത നിയമം എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് നിയമം ഏതാണ്? കറുത്ത നിയമം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏതാണ്? റൗലറ്റ് ആക്ട് ആണല്ലേ. 1919 ബ്രിട്ടീഷ് സർക്കാർ പാസ്സാക്കിയ റൗലറ്റ് ആക്ട് അനുസരിച്ച് വിചാരണ കൂടാതെ ആരെയും തടങ്കിൽ വയ്ക്കാൻ സാധിക്കും അല്ലേ. അതിനെയാണ് ഗാന്ധിജി കറുത്ത നിയമം എന്ന് വിളിച്ചത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ നൽകുന്നു. 1919 ഏപ്രിൽ 13 ഈ ദുരന്തം നടന്നത്. ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു, ഡോക്ടർ സത്യപാൽ എന്നിവരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് ജനങ്ങൾ ഒത്തുകൂടിയത്. ഇതിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി തൻ്റെ കൈസറി ഹിന്ദ് ബഹുമതി ഉപേക്ഷിച്ചു. ഏതെല്ലാം പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? എല്ലാ പ്രസ്താവനയും 1, 2, 3 എല്ലാ പ്രസ്താവനയും ശരിയാണ്. 3 പ്രസ്താവനകളും ശരിയാണ് അല്ലേ. അമൃത്സറിൽ നമ്മുടെ ജാലിയൻ വാലാബാഗ് മൈതാനത്ത് ജനങ്ങൾ ഒത്തുകൂടുകയും പിന്നെ നമ്മുടെ ജനറൽ ഡയർ വെടിവെപ്പ് നടത്തുകയും ചെയ്തല്ലോ, അത് 1919 ഏപ്രിൽ 13 അതാണ് ആ ദുരന്തം നടന്നത്. ഇതിൽ പ്രതിഷേധിച്ചാണ് ഗാന്ധിജി കൈസറി ഹിന്ദ് ബഹുമതി പിന്നെ നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ നൈറ്റ്ഹുഡ് പദവിയൊക്കെ ഉപേക്ഷിച്ചത്. നിസ്സഹരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നത് ശരിയായ പ്രസ്താവന ഏത്? 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനമാണ് നിസ്സഹരണ പ്രസ്ഥാനത്തിന് അന്തിമ അംഗീകാരം നൽകിയത്.
വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കാനും സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രചരിപ്പിക്കാനും ഇതിലൂടെ ആഹ്വാനം ചെയ്തു. ചോദിച്ചത് എന്താണ് നമ്മളോട്? ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ് ശരിയായിട്ടുള്ളത്? 1ഉം 2ഉം ശരിയാണ് അല്ലേ? 1ഉം 2ഉം ശരിയാണ്. 1920 സെപ്റ്റംബറിൽ കൽക്കട്ടയിലെ പ്രത്യേക സമ്മേളനത്തിൽ അവതരിപ്പിച്ച നിസ്സഹരണ പ്രമേയമാണ് 1920 ഡിസംബറിൽ നാഗ്പൂർ വാർഷിക സമ്മേളനത്തിൽ കോൺഗ്രസ് ഔദ്യോഗികമായി പാസ്സാക്കിയത്. വിദേശ വസ്ത്ര ബഹിഷ്കരണം അല്ലേ, പിന്നെയോ സ്വദേശി പ്രസ്ഥാനവുമായിരുന്നു ഇതിൻ്റെ മുഖ്യ അജണ്ടയായിട്ടുണ്ടായിരുന്നത്. 8ാമത്തെ ചോദ്യം, ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി പിൻവലിച്ച സമരമേതാണ്? ഏതാത്? ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹരണ പ്രസ്ഥാനം. അതായത് ഇങ്ങനെ ഈ നിസ്സഹരണ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് 1922 ചൗരി ചൗരയിൽ ആക്രമം പൊട്ടിപ്പുറപ്പെട്ടത്. അതായത് അഹിംസയിലാണല്ലോ ഗാന്ധിജി ഉറച്ചു വിശ്വസിച്ചത്. പക്ഷെ ആ അക്രമ സംഭവത്തെ തുടർന്ന് നിസ്സഹരണ സമരം എന്ത് ചെയ്തു? പെട്ടെന്ന് പിൻവലിക്കുകയാണ് ഉണ്ടായത്. ചൗരി ചൗര സംഭവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കുക. ഈ സംഭവം നടന്നത് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലാണ്. 1922 ഫെബ്രുവരി 5 ചൗരി ചൗര സംഭവം നടന്നത്. പ്രകോപിതരായ ജനക്കൂട്ടം ഒരു പോലീസ് സ്റ്റേഷൻ തീവയ്ക്കുകയും പോലീസുകാർ മരണപ്പെടുകയും ചെയ്തു. ശരിയായവയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? 3 എണ്ണം. 1, 2, 3 മൂന്നും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഗാന്ധിജി അധ്യക്ഷനായ ഏക കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഗാന്ധിജി അധ്യക്ഷനായത് ഏതാണ്? 1924 ബെൽഗാം സമ്മേളനം അല്ലേ? ഒരേ ഒരു തവണയാണ് INC പ്രസിഡന്റ് ആയത്. 24 കർണാടകയിലെ ബെൽഗാമിൽ വെച്ച് നടന്ന സമ്മേളനമാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ സൈമൺ കമ്മീഷനെ സംബന്ധിച്ച് ശരിയായത് ഏത്? 1927 സൈമൺ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്. കമ്മീഷനിൽ ഒരൊറ്റ ഇന്ത്യൻ അംഗം പോലും ഉണ്ടായിരുന്നില്ല. സൈമൺ കമ്മീഷൻ വിരുദ്ധ സമരത്തിനിടയിലാണ് ലാലാ ലജ്പത് റായിക്ക് മാരകമായി പരിക്കേറ്റത്. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? 3 പ്രസ്താവനകളും ശരിയാണല്ലേ? 1, 2, 3 എന്നിവയെല്ലാം ശരിയാണ്. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരായിരുന്നു? പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരായിരുന്നു? ജവഹർലാൽ നെഹ്റു കേട്ടോ. 1929 ഡിസംബർ. 1929 ഡിസംബറിലാണ് ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അടുത്ത ചോദ്യം, ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ നൽകുന്നു. 1930 മാർച്ച് 12 സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡിയാത്ര ആരംഭിച്ചത്. ഗാന്ധിജിയോടൊപ്പം 78 അനുയായികൾ യാത്രയിൽ പങ്കെടുത്തു. കേരളത്തിൽ നിന്നുള്ള രാഘവ പൊതുവാൾ ഈ യാത്രയിൽ പങ്കെടുത്ത മലയാളിയായിരുന്നു. ശരിയായവയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. കേളപ്പൻ അല്ലേ? കേളപ്പൻ പയ്യന്നൂർ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കേളപ്പനാണ്. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഗാന്ധി ഇർവിൻ കരാറിനെ സംബന്ധിച്ച് ശരിയായത് ഏതാണ്? 1931 ഗാന്ധി ഇർവിൻ കരാർ ഒപ്പുവെക്കപ്പെട്ടത്. ഇതിനെ തുടർന്ന് കോൺഗ്രസ് നിയമലംഘന സമരം താൽക്കാലികമായി നിർത്തിവെച്ചു. 2ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഗാന്ധിജി സമ്മതിച്ചത് ഈ കരാറിന് ശേഷമാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ശരിയായ ഓപ്ഷൻസ് ഏതൊക്കെയാണ് എന്നാണ്. ഏതാണ് ശരിയായത്? ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? 1, 2, 3 ശരിയാണ്. എല്ലാം ശരിയാണല്ലേ? നമ്മുടെ ലോർഡ് ഇർവിൻ വൈസ്രോയി ആയിരുന്നപ്പോൾ അങ്ങനെ 1931 മാർച്ച് 5 ഗാന്ധി ഇർവിൻ കരാർ ഒപ്പിട്ടത്. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏതാണ്? 2ാം വട്ടമേശ സമ്മേളനം അല്ലേ? ഗാന്ധി ഇർവിൻ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് 1931 ലണ്ടനിൽ നടന്ന 2ാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുത്തത്. കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി പങ്കെടുത്തത്. പൂന കരാറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കുക. ഗാന്ധിയും BR അംബേദ്കറും തമ്മിലാണ് പൂന കരാർ ഒപ്പിട്ടത്. 1932 ഏർവാദ ജയിലിൽ വെച്ചാണ് കരാർ ഒപ്പിട്ടത്. ദളിത് വിഭാഗക്കാർക്ക് പ്രത്യേക വോട്ടർ മണ്ഡലങ്ങൾക്ക് പകരം സംവരണ സീറ്റുകൾ അനുവദിക്കാൻ കരാറിലൂടെ തീരുമാനമായി. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? പൂന കരാറുമായി റിലേറ്റ് ചെയ്ത് ഏതൊക്കെയാണ്? എല്ലാ പ്രസ്താവനയും ശരിയാണ്. 1, 2, 3 ശരിയാണല്ലേ?
നമ്മുടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന റാംസെ മക്ഡൊണാൾഡ് അല്ലേ കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചതിലൂടെ ദളിതർക്ക് പ്രത്യേക വോട്ടർ മണ്ഡലം നൽകി. അത് ഹിന്ദു സമൂഹത്തെ ഭിന്നിപ്പിക്കും എന്ന് കാണിച്ച് ഗാന്ധിജി ജയിലിൽ നിരാഹാരം ആരംഭിച്ചു. തുടർന്ന് അംബേദ്കറും ഗാന്ധിജിയും തമ്മിലുണ്ടായ ധാരണയാണ് പൂന കരാർ എന്ന് പറയുന്നത്. ക്രിപ്സ് മിഷനെ തകരുന്ന ബാങ്കിൽ നിന്ന് മാറാൻ തന്നിട്ടുള്ള കാലാവധി കഴിഞ്ഞ ചെക്ക് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? മഹാത്മാഗാന്ധിയാണ് അല്ലേ, മഹാത്മാഗാന്ധിയാണ്. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഇന്ത്യക്കാരുടെ പിന്തുണ ഉറപ്പാക്കാൻ വേണ്ടി 1942 സ്റ്റഫോർഡ് ക്രിപ്സിൻ്റെ നേതൃത്വത്തിൽ നടന്ന ദൗത്യമാണ് ഈ ക്രിപ്സ് മിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ യുദ്ധത്തിന് ശേഷം ഡൊമിനിയൻ പദവി നൽകാമെന്നിവരുടെ വാഗ്ദാനത്തെയാണ് ഗാന്ധിജി എന്ത് പറഞ്ഞത്? പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ഓൺ എ ക്രാഷിംഗ് ബാങ്ക് എന്ന് വിളിച്ചത്. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. 1942 ഓഗസ്റ്റ് 8 മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് വെച്ച് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്. ഈ സമരത്തോടനുബന്ധിച്ചാണ് ഗാന്ധിജി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം നൽകിയത്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ രഹസ്യ റേഡിയോ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഉഷാമയത്തെയാണ്. ശരിയായത് ഏതൊക്കെയാണ്? ഏതാണ്? എല്ലാ ഓപ്ഷനും ശരിയാണ് അല്ലേ, എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ 1, 2, 3 ശരിയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടനിലെ പ്രധാനമന്ത്രി ആരായിരുന്നു? ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു കേട്ടോ, ക്ലെമന്റ് ആറ്റ്ലി. താഴെ പറയുന്ന പ്രസ്താവനകളിൽ മൗണ്ട് ബാറ്റൺ പ്ലാനുമായി 1947 ബന്ധപ്പെട്ട് ശരിയായത് ഏത്? ഇന്ത്യയും പാകിസ്ഥാനെയും 2 പ്രത്യേക ഡൊമിനികളായി വിഭജിക്കാൻ ഈ പ്ലാൻ നിർദ്ദേശിച്ചു. 1947 ജൂൺ 3 പ്ലാൻ എന്നും ഇത് അറിയപ്പെടുന്നു. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 2 പ്രസ്താവനകളും ശരിയാണ്, 1ഉം 2ഉം ശരിയാണ്. ഇതിനെ മൗണ്ട് ബാറ്റൺ പ്ലാൻ അല്ലെങ്കിൽ ജൂൺ 3 പ്ലാൻ എന്ന് അറിയപ്പെടുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയത്. 22ാമത്തെ ചോദ്യം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നായ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേൽ. കൂടെ ഉണ്ടായിരുന്നത് സെക്രട്ടറിയായി അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്നത് VP മേനോനായിരുന്നു. നാട്ടുരാജ്യങ്ങളുടെ ലയനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ നൽകുന്നു. ജനഹിത പരിശോധന വഴിയാണ് ജുനഗഡ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തത്. ഓപ്പറേഷൻ പോളോ എന്ന സൈനിക നടപടിയിലൂടെയാണ് ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ചേർത്തത്. ദെൻ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് അസഷൻ വഴിയാണ് കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായത്. ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? എല്ലാ പ്രസ്താവനയും 1, 2, 3 പ്രസ്താവനകളും ശരിയാണ്. ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങളും ഒപ്പിട്ടു അല്ലേ, പക്ഷേ എന്നാൽ ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ എന്നിവർ ആദ്യം വിസമ്മതിച്ചു. അപ്പോൾ വന്ന കാര്യങ്ങളാണ് നമ്മളീ പറഞ്ഞത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം ശരിയായതാണ് ഞാൻ പിന്നെ ഒന്നും കൂടി പറയാത്തത്. അപ്പോൾ നിങ്ങളത് ജസ്റ്റ് ഒന്നുകൂടി പോസ് ചെയ്തിട്ട് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. അടുത്ത ചോദ്യം. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ആന്ധ്ര അല്ലേ, ആന്ധ്രയാണ്. 1953 ഒക്ടോബർ 1 പോറ്റി ശ്രീരാമുലു നിരാഹാരം കിടന്ന് രക്തസാക്ഷിയായതിനെ തുടർന്നാണിത് വന്നത്. സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കുക. 1953 ഫസൽ അലി അധ്യക്ഷനായി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. KM പണിക്കർ, HN കുൻസ്രു എന്നിവരായിരുന്നു ഈ കമ്മീഷനിലെ മറ്റംഗങ്ങൾ. കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 1956 നവംബർ 1 ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ചു. ഏതെല്ലാമാണ് ശരിയായ പ്രസ്താവന? സംസ്ഥാന പുനഃസംഘടനയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള 3 പ്രസ്താവനകളും ശരിയാണ്. 1, 2, 3. ഗാന്ധിജി തൻ്റെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആദ്യമായി എഴുതിയ ഭാഷ ഏതാണ്? ഗുജറാത്തി ഭാഷയിലാണ് അല്ലേ, ഗുജറാത്തി ഭാഷയിലാണ്. നവജീവൻ പത്രത്തിലാണ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത്. പിന്നെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന മഹാദേവ് ദേശായിയാണ് ഇത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെയായിരുന്നു അല്ലേ. ഗാന്ധിജി ഇന്ത്യ അടുത്തറിയാൻ ആദ്യം രാജ്യം മുഴുവൻ സഞ്ചരിക്കാനൊക്കെ നിർദ്ദേശിച്ചത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഹരിജൻ പത്രത്തെ സംബന്ധിച്ച് ശരിയായതേത്? ഗാന്ധിജി ആരംഭിച്ച ഇംഗ്ലീഷ് വാര്യാന്ത പത്രമാണ് ഹരിജൻ.
അയിത്തോച്ചാടനവും ദളിത് ക്ഷേമവുമായിരുന്നു ഈ പത്രത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1ഉം 2ഉം ശരിയാണല്ലേ? അത് ദളിതർക്ക് അല്ലെങ്കിൽ ഹരിജനങ്ങളുടെ പുരോഗതിക്കായിട്ട് 1933 ഹരിജൻ ആഴ്ചപ്പതിപ്പ് ഇംഗ്ലീഷിൽ ആരംഭിച്ചത്. ഇന്ത്യയുടെ വിഭജന കാലത്ത് നടന്ന വർഗീയ കലാപങ്ങൾ ശാന്തമാക്കാൻ ഗാന്ധിജി ഏകനായി സന്ദർശിച്ച ബംഗാളിലെ പ്രദേശം ഏതാണ്? ഏതാത്? നവ്ഖാലിയാണ് കേട്ടോ. വിഭജന സമയത്ത് നിലവിലെ ബംഗ്ലാദേശിൻ്റെ ഭാഗമായ നവ്ഖാലി അതിഭീകരമായ ഹിന്ദു മുസ്ലിം വർഗീയ കലാപമൊക്കെ നടന്നു. അപ്പോൾ ഡൽഹിയിൽ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളിൽ പോലും പങ്കെടുക്കാതെ ഗാന്ധിജി കലാപം ശാന്തമാക്കാൻ വേണ്ടിയിട്ട് അവിടെ പോവുകയായിരുന്നു ഉണ്ടായിരുന്നത്. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. 1948 ജനുവരി 30 നാഥുറാം ഗോഡ്സെ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത്. ഗാന്ധിജി കൊല്ലപ്പെട്ട ദിവസം ഇന്ത്യ രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നു. ഗാന്ധിജിയുടെ സമാധി സ്ഥലം ശാന്തിവൻ എന്നറിയപ്പെടുന്നു. ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1ഉം 2ഉം അല്ലേ? 1ഉം 2ഉം മാത്രമാണ്. ശാന്തിവൻ ആണോ? അല്ല. ഗാന്ധിജിയുടെ ഏതാണ്? ഗാന്ധിജിയുടെ സമാധി സ്ഥലം രാജ്ഘട്ട്. ശാന്തിവൻ ആരുടെയാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ സമാധി സ്ഥലമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ INC പ്രസിഡന്റ് ആരായിരുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആരായിരുന്നു? JB കൃപലാനി അല്ലേ? JB കൃപലാനി ആയിരുന്നു. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായതേത്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭുവായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെയും അവസാനത്തെയും ഇന്ത്യൻ ഗവർണർ ജനറൽ C രാജഗോപാലാചാരി ആയിരുന്നു. ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ളത്? 1ഉം 2ഉം ശരിയാണല്ലേ? ഇന്ത്യ സ്വതന്ത്രമായ ശേഷവും താൽക്കാലികമായി മൗണ്ട് ബാറ്റനെ തന്നെയാണ് ആദ്യം ഗവർണർ ജനറലായി നിലനിർത്തിയത്. അദ്ദേഹം മാറിയതിനു ശേഷം 1948 C രാജഗോപാലാചാരി നിയമിതനായി. അങ്ങനെ ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നത് വരെ അദ്ദേഹം ആ പദവി തുടരുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ പദവിയിലിരുന്ന ഒരേ ഒരു ഇന്ത്യൻ പൗരനുമാരാണ് C രാജഗോപാലാചാരിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അല്ലേ? 1946 ഡിസംബർ 9 നമ്മൾ കൂടിയ ആദ്യ യോഗത്തിൽ ഏറ്റവും പ്രായം കൂടിയ അംഗമായ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് താൽക്കാലിക അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ തൊട്ടടുത്ത യോഗത്തിൽ ഡിസംബർ 11 എന്ത് ചെയ്തു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ BR അംബേദ്കർ ആയിരുന്നു. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ചത്. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായിട്ടുള്ളത് ഏതാണ്? 3 പ്രസ്താവന 1, 2, 3 എന്നിവയെല്ലാം ശരിയാണ്. ഫ്രഞ്ച് ഭരണത്തിൽ നിന്നും വിമുക്തമാക്കി 1954 ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്ത പ്രദേശം ഏതാണ്? പോണ്ടിച്ചേരി അല്ലെ? പുതുശ്ശേരിയാണ്. പുതുശ്ശേരി, കാരയ്ക്കൽ, മാഹി, യാനം എന്നീ പ്രദേശങ്ങളായിരുന്നു ഫ്രഞ്ച് ഭരണത്തിൻ്റെ കീഴിലായിരുന്നത് അല്ലേ? 1954 നവംബറിൽ ഫ്രഞ്ചുകാർ ഈ പ്രദേശങ്ങൾ ഇന്ത്യക്ക് കൈമാറുകയാണ് ഉണ്ടായിരുന്നത്. അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഗോവയുടെ വിമോചനവുമായി ബന്ധപ്പെട്ട് ശരിയായതേത്? ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് മോചിപ്പിച്ചത് 1961. ഇതിനായി ഇന്ത്യൻ സൈന്യം നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ വിജയ്. ഏതൊക്കെയാ? 2 സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 2ഉം ശരിയാണ്. ഓപ്പറേഷൻ വിജയ് ആണ്. പിന്നെ 1961. 37. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏതാണ്? പൊതു തിരഞ്ഞെടുപ്പ് 51, 52 അല്ല, 1951, 52 ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത്. 51 ഒക്ടോബർ മുതൽ 52 ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിൽ. ആദ്യ പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ ആയിരുന്നു. ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടി അധികാരത്തിൽ വന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ളത്? 2 പ്രസ്താവനകളും ശരിയാണ്. 1ഉം 2ഉം ശരിയാണ്. ഇന്ത്യയുടെ ആസൂത്രിത വികസനത്തിനായി ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്
1950 അല്ലേ, 1950 നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നാളെയാണ് കേട്ടോ നമ്മുടെ MCQ സെക്ഷൻ, അതിലാണ് ഉണ്ടാവുന്നത് കേട്ടോ. ഇനി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായത് ഇത്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം കാർഷിക മേഖലയുടെ വികസനമായിരുന്നു. ഇത് ഹരോഡ് ഡോമർ മാതൃകയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. ഈ പദ്ധതി കാലയളവിലാണ് ബക്രാനങ്കൽ, ഹിരാക്കുഡ് തുടങ്ങിയ വൻകിട ഡാമുകളുടെ നിർമ്മാണം ആരംഭിച്ചത്. ഏതാണ്? 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. 1, 2, 3 എന്നിവയെല്ലാം ശരിയാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിക്ക് അടിത്തറയിട്ട സാമ്പത്തിക ശാസ്ത്ര മാതൃക ഏതായിരുന്നു? അതാരുടേതാണ്? PC മഹലനോബിസിൻ്റെ അല്ലേ. PC മഹലനോബിസ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിഷ്യൻ ആയിരുന്ന PC മഹലനോബിസിൻ്റെ മാതൃകയാണ്. അദ്ദേഹമാണ് അത് തയ്യാറാക്കിയത്. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന വശമായ പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ച രാജ്യങ്ങൾ. പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ച രാജ്യം ഏതാണ്? ഇന്ത്യയും ചൈനയുമാണ് അല്ലേ. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധവും അതിർത്തി സമാധാനവും മുൻനിർത്തി ഉണ്ടാക്കിയ 5 പ്രധാന തത്വങ്ങളെയാണ് നമ്മൾ പഞ്ചശീല തത്വങ്ങൾ എന്ന് പറയുന്നത്. ഒക്കെ ഡീറ്റെയിൽ ആയി നമ്മൾ SCERT ക്ലാസ്സിൽ പഠിച്ചതാണ്. അടുത്തത് പഞ്ചശീല തത്വങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കുക. 1954 ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻ ലായുമാണ് ഈ കരാറിൽ ഒപ്പുവെച്ചത്. പരസ്പര പരമാധികാരത്തെ ബഹുമാനിക്കുക, അധിനിവേശം നടത്താതിരിക്കുക തുടങ്ങിയവ ഇതിലെ പ്രധാന തത്വങ്ങളായിരുന്നു. ഏതൊക്കെയാണ് ഇതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? 1ഉം 2ഉം ശരിയാണ്. 1954 ഏപ്രിൽ 29 ഈ ചരിത്രപരമായ കരാറിൽ ഒപ്പുവെച്ചത്. ശീതയുദ്ധകാലത്ത് ഇന്ത്യ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ വൻ ശക്തി ചേരികളിൽ പെടാതെ മാറി നിന്ന നയം ഏതാണ്? അതാണ് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് അഥവാ ചേരി ചേരാ നയം അല്ലേ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം അമേരിക്കൻ ചേരി, സോവിയറ്റ് റഷ്യൻ ചേരി എന്നിങ്ങനെ തിരിഞ്ഞപ്പോൾ പുതുതായി സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യ എന്ത് ചെയ്തു? ഒരു ചേരിയിലും ഉൾപ്പെടാതെ മാറി നിന്നു. അതാണ് ചേരി ചേരാ നയം. ചേരി ചേരാ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1961 ബെൽഗ്രേഡ് സമ്മേളനത്തിലാണ് ചേരി ചേരാ പ്രസ്ഥാനം ഔദ്യോഗികമായി രൂപം കൊണ്ടത്. ജവഹർലാൽ നെഹ്റു, ജോസഫ് ബ്രോസ് ടിറ്റോ, ഗമാൽ അബ്ദുൽ നാസർ എന്നിവർ ഇതിൻ്റെ മുഖ്യ ശില്പികളായിരുന്നു. ശരിയായത് ഏതൊക്കെയാണ്? 1ഉം 2ഉം ശരിയാണ്. അടുത്തത് 1965 ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച സമാധാന കരാർ ഏതാണ്? 65 ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷം അത് താഷ്കൻ കരാറാണ്. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ താഷ്കൻ കരാറിനെ സംബന്ധിച്ച് ശരിയായത് ഏത്? 1966 ജനുവരിയിലാണ് താഷ്കൻ കരാർ ഒപ്പുവെച്ചത്. ഇന്ത്യക്ക് വേണ്ടി പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാന് വേണ്ടി അയൂബ് ഖാനുമാണ് ഒപ്പുവെച്ചത്. ഈ കരാറിന് തൊട്ടു പിന്നാലെ ലാൽ ബഹദൂർ ശാസ്ത്രി താഷ്കണ്ടിൽ വെച്ച് അന്തരിക്കുകയും ചെയ്തു. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വിദേശത്ത് വെച്ച് മരണപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിയാണ് ആര്? ലാൽ ബഹദൂർ ശാസ്ത്രി. 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. 48 ഇന്ത്യയിൽ ബാങ്ക് ദേശസാൽക്കരണവും പ്രിവി പേഴ്സ് നിർത്തലാക്കലും നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി അല്ലെ. ഇന്ദിരാഗാന്ധിയാണ്. സാമ്പത്തിക പരിഷ്കരണങ്ങളുടെ ഭാഗമായി 1969 ജൂലൈയിൽ ഇന്ദിരാഗാന്ധി സർക്കാർ ഇന്ത്യയിലെ പ്രമുഖ 14 സ്വകാര്യ ബാങ്കുകളെ ഒന്നിച്ച് ദേശസാൽക്കരിക്കും. കൂടാതെ പഴയ നാട്ടുരാജാക്കന്മാർക്ക് കേന്ദ്ര സർക്കാർ നൽകിയിരുന്ന പ്രിവി പേഴ്സ് ആനുകൂല്യം 1971 ഭരണഘടനാ ഭേദഗതിയിലൂടെ നിർത്തലാക്കുകയും ചെയ്തു. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷം എന്താണ്? 1962 അല്ലേ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ചൈന ഇന്ത്യയെ ആക്രമിച്ച സമയത്തായിരുന്നു. അത് 62 മുതൽ 68 വരെ നീണ്ടു നിൽക്കുകയും ചെയ്തു. ഇനി 71 പാകിസ്ഥാൻ യുദ്ധസമയത്ത് അല്ലേ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. പിന്നെ ആഭ്യന്തര അടിയന്തരാവസ്ഥ എന്നായിരുന്നു? 75 അവസാനത്തെ ചോദ്യം,
താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ചൈനീസ് അധിനിവേശത്തെ തുടർന്ന് 1962 ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. 1975 ആഭ്യന്തര അസ്വസ്ഥതകൾ മുൻനിർത്തി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഭരണഘടനയുടെ 352 അനുച്ഛേദ പ്രകാരമാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 3 പ്രസ്താവനകളും ശരിയാണല്ലേ? 3ഉം ശരിയാണ്. അപ്പോൾ ഭരണഘടനയുടെ 352 അനുച്ഛേദ പ്രകാരമാണ് രാഷ്ട്രപതി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ 50 ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പം ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ അല്ലെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററിയായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു. നാളെ നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷനും 2 ദിവസമായിട്ടായിരിക്കും. നാളെ അതോടൊപ്പം തന്നെ നമുക്ക് മാത്സ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, അതുപോലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്സ് നമുക്ക് ആൻസർ ചെയ്ത് പഠിക്കാം. താങ്ക് യു.